PM ശ്രീയിൽ എന്താണ് സംഭവിക്കുന്നത്? കുട്ടികളുടെ ഭാവി പന്താടുകയാണോ? വിദ്യാഭ്യാസത്തിലും രാഷ്ട്രീയ കളിയോ എന്നാണ് റൈറ്റ് സൈഡ് ചോദിക്കുന്നത്. എന്താണ് PM ശ്രീ പദ്ധതി? ചുരുക്കത്തിൽ, രാജ്യത്തെമ്പാടും 14,500ഓളം വിദ്യാലയങ്ങൾ തിരഞ്ഞെടുത്ത് അവയെ മാതൃകാ വിദ്യാലയങ്ങളാക്കുക. 2, മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ വികസിപ്പിക്കുക. സ്മാർട്ട് ക്ലാസ് റൂമുകൾ, കമ്പ്യൂട്ടർ ലാബുകൾ, സയൻസ് ലാബുകൾ, പ്ലേ ഗ്രൗണ്ടുകൾ എന്നിവ സജ്ജമാക്കുക. പരിസ്ഥിതി സൗഹൃദ രീതികൾ പരിശീലിപ്പിക്കുക. കുട്ടികളെ അതിനോട് പരിചയപ്പെടുത്തുക. സൗരോർജം, മഴവെള്ള സംഭരണം, മാലിന്യ സംസ്കരണം എന്നിവയിലൂടെ ഹരിത വിദ്യാലയങ്ങളായി സ്കൂളുകളെ മാറ്റുക. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കുക. തൊഴിലധിഷ്ഠിത അറിവുകൾ, പുതിയ നൂറ്റാണ്ടിന് വേണ്ട നൈപുണ്യം ഒക്കെ വികസിപ്പിക്കുക. ഇതാണ് പ്രധാനമായി ഉദ്ദേശിച്ചിട്ടുള്ളത്. ഫണ്ടിംഗ് രീതി 60-40 അനുപാതത്തിൽ 60% കേന്ദ്രം, 40% സംസ്ഥാന സർക്കാർ. 2022 മുതൽ 2027 വരെയുള്ള 5 വർഷ കാലയളവ് കൊണ്ടാണ് ഇത് നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇനി 1 വർഷം പോലും ബാക്കിയില്ല. ഇപ്പോഴും ഇതേ ചൊല്ലിയുള്ള കളികൾ നടക്കുന്നതേ ഉള്ളൂ. കിഫ്ബിയുടെ പേരിൽ നടത്തിയ ധൂർത്തിനിടയിൽ ചില വിദ്യാലയങ്ങൾ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി എന്ന് പറഞ്ഞ് വല്ലാത്ത ആഘോഷവും പരസ്യവുമായിരുന്നു ചില CPM MLA-മാരുടെയൊക്കെ മണ്ഡലങ്ങളിൽ. അതേ മുന്നണികൾ ഇപ്പോൾ ഇത് വെച്ച് രാഷ്ട്രീയം കളിക്കുന്നു. ചോദ്യം ഇതാണ്: ഇരട്ടത്താപ്പിന്മേൽ ഇരട്ടത്താപ്പോ? എതിർപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ട് കഴിഞ്ഞ പിണറായി മന്ത്രിസഭ ഇത് ഒപ്പുവച്ചു? മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ എന്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും കൂടി ഇത് ഒപ്പിടാനുള്ള സംവിധാനം ഒരുക്കി? ഇത്രയും എതിർപ്പുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഒപ്പിട്ടു? 2, പിന്മാറാനാവില്ല. മാത്രമല്ല, ഫണ്ട് വേണം. ഫണ്ടിന് വേണ്ടി ഒപ്പിടും എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച UDF സർക്കാർ ഇപ്പോൾ പറയുന്നു മുസ്ലിം ലീഗിന്റെ മറ്റ് സംഘടനകളുടെയും എതിർപ്പാണെന്ന് വ്യക്തമാണ്. 2 സ്വരം 24 മണിക്കൂറിനുള്ളിൽ മുഴങ്ങിക്കഴിഞ്ഞു. പിന്മാറാനാവില്ല എന്ന് UDF കൺവീനർ പറയുമ്പോൾ പിന്മാറും എന്ന് മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി നേതാവ് കൂടിയായ മന്ത്രി കുഞ്ഞാലിക്കുട്ടി പറയുന്നു.